ഗോവയിൽ നിന്നും മംഗളൂരു വരെ എത്തുന്ന വന്ദേ ഭാരത് കോഴിക്കോട്ടേക്ക് നീട്ടണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി എം പി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകി. ടൂറിസ്റ്റുകൾ, തീർത്ഥാടകർ എന്നിവർക്ക് കൂടി ഗുണം ചെയ്യുന്ന രീതിയിൽ ട്രെയിൻ സർവീസ് നടത്തണമെന്ന നിർദ്ദേശമാണ് സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചത്. നിലവിൽ ഈ ട്രെയിൻ നഷ്ടത്തിലാണ് സർവീസ് നടത്തുന്നത്. ഗോവയിൽ നിന്ന് മംഗളൂരു വരെ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ കർണാടകയിൽ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാൽ ഇത് നടന്നില്ല. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർക്ക് ബൈന്ദൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും സുരേഷ് ഗോപി എം പി ആവശ്യപ്പെട്ടു. ഗോവ മംഗളൂരു വന്ദേ ഭാരതിൽ പകുതി സീറ്റുകൾ കാലിയായിട്ടാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. മംഗളൂരു, ഗോവ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന നിരവധി പേർക്ക് ഈ സർവീസ് നീട്ടിയാൽ ഗുണം ലഭിക്കും. കേരളത്തിൽ നിലവിൽ 3 വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളാണ് സർവീസ് നടത്തുന്നത്. കാസർഗോഡ്, തിരുവനന്തപുരം, മംഗളൂരു, തിരുവനന്തപുരം, എറണാകുളം, ബംഗളൂരു എന്നിവയാണവ. ഇവ 3 വലിയ ലാഭത്തിലാണ് സർവീസ് നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഗോവ വന്ദേ ഭാരത് കോഴിക്കോട്ടേക്ക് നീട്ടിയാൽ നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. മംഗളൂരു, ഗോവ വന്ദേ ഭാരത് എക്സ്പ്രസ് വ്യാഴാഴ്ച ഒഴികെ 6 ദിവസവും സർവീസ് നടത്തുന്നുണ്ട്. 437 കിലോമീറ്റർ സർവീസ് പൂർത്തിയാക്കുന്നതിന് 5 മണിക്കൂർ 40 മിനിറ്റാണ് വേണ്ടിവരുന്നത്. രാവിലെ 8:30 മംഗളൂരിൽ നിന്ന് ഈ ട്രെയിൻ പുറപ്പെടുക. ഉച്ചയ്ക്ക് 2:10 ഗോവയിലെ മഡ്ഗാവിലെത്തും. ഉടുപ്പി, കാർവാർ എന്നീ സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പുള്ളത്. വൈകിട്ട് 6:10 മടക്കയാത്ര. രാത്രി 10:45 മംഗളൂരിൽ തിരിച്ചെത്തും. സമയത്തിൽ ക്രമീകരണം വരുത്തി കോഴിക്കോട്ടേക്ക് നീട്ടിയാൽ കൂടുതൽ യാത്രക്കാരെ കിട്ടുമെന്ന് മാത്രമല്ല, വിനോദസഞ്ചാരികൾക്കും ബിസിനസ്സുകാർക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള നിരവധി യാത്രക്കാർക്ക് ഇത് നേട്ടമാകും.